ഹലോ ട്രേഡേഴ്സ്, അപ്പോൾ ഫോറക്സ് മാർക്കറ്റിനെ പറ്റി A to Z കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുന്ന നമ്മുടെ ഒരു ലൈൻ ടു ട്രേഡ് എന്ന സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഷെയർ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഞാൻ വീഡിയോസ് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച് വന്നിട്ടുണ്ടായിരുന്നത് ഫോറക്സ് മാർക്കറ്റിൻ്റെ ബേസിക്സിനെ പറ്റിയിട്ടായിരുന്നു. എന്താണ് ഫോറക്സ് മാർക്കറ്റ് നമ്മൾ മനസ്സിലാക്കി. അതിനോടൊപ്പം തന്നെ നമ്മൾ മെറ്റാ ട്രേഡർ 5 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ കറൻസി പെയർ മേടിക്കാം, വിൽക്കാം, അത് തിയററ്റിക്കലി നമ്മൾ പഠിച്ചു. അതിനുശേഷം പ്രാക്ടിക്കലി എങ്ങനെയാണ് മേടിക്കേണ്ടത്, വിൽക്കേണ്ടത്, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ തന്നെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ടെക്നിക്കൽ അനാലിസിസിൽ തന്നെ എന്താണ് ക്യാൻഡൽസ്റ്റിക് എന്ന് മനസ്സിലാക്കി. ബുള്ളിഷ് ക്യാൻഡിൽ എന്താണ്, ബെയറിഷ് ക്യാൻഡിൽ എന്താണ്, അതിനുശേഷം ക്യാൻഡൽസ്റ്റിക് പാറ്റേൺസിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നെക്സ്റ്റ് പോകുന്നത് നേരെ നമ്മുടെ പ്രൈസ് ആക്ഷനിലേക്കാണ്. പ്രൈസ് ആക്ഷൻ ചാർട്ട് പാറ്റേൺസും നമ്മൾ പറയും. ബയലാറ്ററൽ ചാർട്ട് പാറ്റേൺ ഉണ്ട്, ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേൺ ഉണ്ട്, അതുപോലെ തന്നെ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ചാർട്ട് പാറ്റേൺസും വരുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഞാൻ ഒരു ക്രിപ്റ്റോയുടെ സീരീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സീരീസിനകത്ത് ഈ പറയുന്ന പ്രൈസ് ആക്ഷൻ ചാർട്ട് പാറ്റേൺസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാം എന്നായിരുന്നു ഞാൻ പഠിപ്പിച്ച് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ ആ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു പ്രൈസ് ആക്ഷൻ ചാർട്ട് പാറ്റേണിൻ്റെ ഒരു കംപ്ലീറ്റ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ആ ഒരു പ്ലേലിസ്റ്റ് കണ്ടുകൊണ്ട് ആ ഒരു പ്രൈസ് ആക്ഷൻ ചാർട്ട് പാറ്റേൺസ് മുഴുവനായിട്ട് പഠിച്ചെടുക്കുക. കാരണം എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രൈസ് ആക്ഷൻ ചാർട്ട് പാറ്റേൺ തന്നെയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പ്രൈസ് ആക്ഷൻ്റെ കംപ്ലീറ്റ് വീഡിയോസിൻ്റെ ആ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രൈസ് ആക്ഷനെ പറ്റിയിട്ടല്ല, കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള സ്ട്രാറ്റജീസിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ കോൺസെപ്റ്റുകളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ച് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ ഒരു ഫോറക്സ് മാർക്കറ്റ് അല്ല, ഏതൊരു ഫൈനാൻഷ്യൽ മാർക്കറ്റ് എടുത്ത് നോക്കിയാലും റീറ്റെയിൽ ട്രേഡേഴ്സും ഒരു സൈഡിൽ നോക്കുവാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സുമാണ് വരുന്നത്. അപ്പോൾ പല കോൺസെപ്റ്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കോൺസെപ്റ്റുകളാണ്. ഒന്ന് SMCയും മറ്റൊന്ന് ICTയും, അഥവാ സ്മാർട്ട് മണി കോൺസെപ്റ്റ്, ഇന്നർ സർക്കിൾ ട്രേഡർ എന്ന 2 കോൺസെപ്റ്റുകളെയും പറ്റിയാണ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ അങ്ങോട്ട് പഠിച്ച് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രാറ്റജീസും അല്ലെങ്കിൽ കോൺസെപ്റ്റുകളുമാണ് നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് മാത്രം ഓരോ സെഷനും അറ്റൻഡ് ചെയ്യുക, കൃത്യമായിട്ട് നോട്ടിൽ എഴുതി പോവുക. അതാത് ദിവസങ്ങളിൽ തന്നെ പ്രാക്ടിക്കലി വർക്കൗട്ട് ചെയ്ത് പോയാൽ മാത്രമേ മുഴുവനായിട്ട് ഇത് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എത്രത്തോളം സിംപ്ലിഫൈഡ് ആക്കാൻ സാധിക്കുമോ അത്രത്തോളം സിംപ്ലിഫൈഡ് ആക്കിക്കൊണ്ടായിരിക്കും ഞാൻ ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് അത് നോട്ടിൽ എഴുതിയെടുക്കുക, വർക്കൗട്ട് ചെയ്യുക. വരുന്ന ഡൗട്ട്സ് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റി ഉണ്ട്, അവിടെ ചോദിച്ച് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം നോക്കിയാലും അല്ലെങ്കിൽ യൂട്യൂബ് എവിടെ നോക്കിയാലും ഈ സ്മാർട്ട് മണി കോൺസെപ്റ്റിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ICT ട്രേഡിങ്ങിനെ പറ്റിയിട്ടും ആയിരിക്കും നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതിനകത്ത് എന്താണ് ഏതാണെന്ന് ലെക്കും ബ്രേക്കും ഇല്ലാതെ, അതായത് എവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത രീതിയിലാണ് പലരും ട്രേഡ് എടുത്ത് പോകുന്നത് ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ട്. എന്നാൽ നമ്മളിവിടെ പഠിച്ച് മനസ്സിലാക്കാൻ പോകുന്നത് ഈ ഒരു 2 കോൺസെപ്റ്റിൻ്റെയും ബേസിക് മുതൽ അഡ്വാൻസ് ലെവൽ വരെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ കവറപ്പ് ചെയ്ത് പോകുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങളായിട്ട് പഠിച്ച് പോകുന്നത് കൊണ്ട് തന്നെ ഈ ഒരു കോൺസെപ്റ്റിനെ മുഴുവനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനും, അതിനുശേഷം ഇതിനകത്ത് തന്നെ വരുന്ന ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്, അതെല്ലാം പ്രാക്ടിക്കലി എങ്ങനെ നിങ്ങൾക്ക് മാർക്കറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ പഠിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ജസ്റ്റ് തിയററ്റിക്കലി കാര്യങ്ങൾ പഠിച്ചു പോവുകയല്ല ഇവിടെ ചെയ്യുന്നത്. തിയററ്റിക്കലി പഠിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നെല്ലാം നമ്മൾ കൃത്യമായിട്ട് തന്നെ പഠിച്ച് മനസ്സിലാക്കി പോകുന്നുണ്ട്. കാരണം കൃത്യമായിട്ട് ചാർട്ട് കാണിച്ച് തന്നുകൊണ്ടുള്ള എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ എങ്ങനെ ട്രേഡ് എടുക്കാം, റിസ്ക് റിവാർഡ് എങ്ങനെ സെറ്റ് ചെയ്യാം, റിസ്ക് മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടും ട്രേഡിംഗ് സൈക്കോളജി എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ട്രേഡിംഗ് സൈക്കോളജിക്കൽ പ്രോബ്ലങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ തന്നെ കവറപ്പ് ചെയ്ത് പോകുന്ന രീതിയിലാണ് ഈ ഒരു കംപ്ലീറ്റ് സീരീസ് വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിനി പ്രൈസ് ആക്ഷനിലേക്കല്ല പോകുന്നത്, SMC ICT പോലുള്ള കുറച്ച് അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള സ്ട്രാറ്റജീസിലേക്ക് അല്ലെങ്കിൽ കോൺസെപ്റ്റുകൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിനി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു പ്രൈസ് ആക്ഷൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. നിങ്ങൾക്ക് വരുന്ന ഓരോ ഡൗട്ട്സും ചോദിച്ച് നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റി തന്നെ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും കൃത്യമായിട്ട് നോട്ട്ബുക്കും പെന്നും കയ്യിലെടുത്ത് വെച്ച് തന്നെ ഈ ഒരു സെഷൻ അല്ലെങ്കിൽ ഈ ഒരു സീരീസ് കംപ്ലീറ്റ്ലി അറ്റൻഡ് ചെയ്യുന്നതിലൂടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ മൂവ്മെൻറ്റ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നല്ല രീതിയിലൊരു പ്രോഫിറ്റബിൾ ട്രേഡറായിട്ട് നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കുന്നതാണ്. കാരണം SMC കോൺസെപ്റ്റ് അതുപോലെ തന്നെ ICT കോൺസെപ്റ്റ് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നവർക്ക് അറിയാം, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ മൂവ്മെൻറ്റ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കി അവരോടൊപ്പം ട്രേഡ് ചെയ്ത് മുന്നോട്ട് പോകുന്ന മെത്തേഡ്സ് ആണ് നമ്മളിനി പഠിക്കാനും മനസ്സിലാക്കാനുമായിട്ട് പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി പഠിക്കാൻ പോകുന്ന ഓരോ കാര്യങ്ങളും. കാരണം കുറച്ച് അഡ്വാൻസ് ലെവലാണ് കാര്യങ്ങൾ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാതെ തന്നെ അറിയാം. അതായത്
വലിയൊരു എമൗണ്ട് ഫീസ് കൊടുത്തുകൊണ്ടാണ് പലരും ഈ കാര്യങ്ങളെല്ലാം പഠിച്ച് മനസ്സിലാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് തന്നെ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുകയും ചെയ്യാം. വരുന്ന ഓരോ ഡൗട്ട്സ് ചോദിച്ച് ക്ലിയർ ചെയ്യാനും സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ആ ഒരു ടെലഗ്രാം കമ്മ്യൂണിറ്റിയും കൂടെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ച് ക്ലിയർ ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ കൃത്യമായിട്ട് വീഡിയോസ് വരുന്നതാണ്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ കാര്യങ്ങളായിട്ട് കൃത്യമായിട്ട് നമുക്ക് ഒന്നിച്ച് പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റിയൽ ടൈം അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്.